PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 PSC ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ആൻസർ ലാഹോറാണ്. ലാഹോർ. താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ്. ആദ്യം ശ്രീഗുപ്തൻ, പിന്നീട് ചന്ദ്രഗുപ്തൻ 1, അതിനുശേഷം സമുദ്രഗുപ്തൻ, ലാസ്റ്റ് ചന്ദ്രഗുപ്തൻ 2. തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം ഓപ്ഷൻ സി ആണ് 1398. തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം 1398. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിൻ്റെ നേതാക്കൾ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബഹദൂർ ഷാ 2, ഡൽഹി. കൺവർ സിംഗ്, ആറ. നാനാ സാഹിബ് കാൺപൂർ. റാണി ലക്ഷ്മിബായ്, ഗ്വാളിയോർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താത്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ്? 2025 ജനുവരി 19 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് കെ അരവിന്ദാക്ഷൻ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാറുമായി ബന്ധപ്പെട്ടതാണ് കിള്ളിക്കുറിശി മംഗലം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കറാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. വർണ്ണരാജി എം ലീലാവതി, സഫലമീ യാത്ര NN കക്കാട്, ശ്യാമമാധവം പ്രഭാവർമ്മ, മധുരം നിന്റെ ജീവിതം KP അപ്പൻ. ഓക്കെ, വർണ്ണരാജി എം ലീലാവതി, സഫലമീ യാത്ര NN കക്കാട്, ശ്യാമമാധവം പ്രഭാവർമ്മ, മധുരം നിന്റെ ജീവിതം KP അപ്പൻ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിതോഷ്ണ പ്രദേശങ്ങളാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ശിലാമണ്ഡലം. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? പ്രസ്താവന രീതിയാണ്. 13 സി ആണ്. പ്രസ്താവന രീതിയാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക. ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. 2024 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മാധവ് ഗാഡ്ഗിൽ. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് 2024 മാധവ് ഗാഡ്ഗിലിനാണ്. നോട്ട് ചെയ്യണേ. കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ്. നബാർഡ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. KN രാജ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം?
സുസ്ഥിര വികസനമായിരുന്നു. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഡി ആണ് ലക്ഷ്യമല്ലാത്തത്, ബാക്കിയെല്ലാം ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു. വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇതെല്ലാം ലക്ഷ്യമാണ്. ലക്ഷ്യമല്ലാത്തത് ജൈവ കൃഷി രീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1, 2 മാത്രമാണ്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ബി ആണ് 2, 3 മാത്രം. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അത് രണ്ടും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്തിൽ രൂപം കൊണ്ടതാണ്. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് രൂപം കൊണ്ടത്. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗസംഖ്യയുടെ 15%-വും അതിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയിലാണ് അങ്ങനെ പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15%-ത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ ആർക്കാണ് അദ്ദേഹം രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിൻ്റേതാണ്. കുവൈറ്റ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റേതാണ്? കുവൈറ്റ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത്? ബി ആണ് ആൻസർ. 3, 2. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. അതെല്ലാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനമാണ്. കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആരാണ് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? എ. ഷാജഹാൻ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 ദിവസമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? KSEB ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം.